ഇതിൻ്റെ കാഴ്ചകളൊക്കെ വരാം. ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതാണ് ടണൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ടാണ്, നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. കാര്യം ഇച്ചിരി റിസ്ക്കാണ്, കാരണം വെള്ളം അതുപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. ഈ അടുത്ത വീഡിയോയ്ക്ക് കാണാം, അതുവരേക്കും ബൈ. അത് ശരിയായില്ല. ഉണ്ണിയേട്ടൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അഞ്ചുരുളിയിലാണ്. ഈ ജലാശയത്തിൽ 5 മലകൾ നിരനിരയായി ഉരുളി കമഴ്ത്തിയതുപോലെ ഇരിക്കുന്നതിനാൽ ആദിവാസികൾ ഇട്ട പേരാണ് അഞ്ചുരുളി എന്നത്. 5 കിലോമീറ്റർ നീളമുള്ള ഒറ്റപ്പാറയിൽ നിർമ്മിച്ച അഞ്ചുരുളി ടണലാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. അപ്പം നമുക്ക് അഞ്ചുരുളിയിൽ പോയി അഞ്ചുരുളിയിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഇതാണ് കക്കാട്ടുകട. ഇവിടെ നിന്നാണ് നമ്മൾ അഞ്ചുരുളിക്ക് പോകാൻ തിരിയുന്നത്. കട്ടപ്പനയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരമാണ് അഞ്ചുരുളി ടണലിലേക്കുള്ളത്. അഞ്ചുരുളി ടണൽ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ അഞ്ചുരുളി ടണലിലേക്കുള്ള റൂട്ട് മാപ്പ് കിട്ടും. ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഞങ്ങൾ അഞ്ചുരുളി പോയതൊരു നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് വഴിയിലാകെ മൊത്തം വെള്ളവും മണ്ണിടിച്ചിലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വഴി തീരെ ചെറുതായതുകൊണ്ട് അപ്പുറത്തുനിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. SUV ട്രാവലറോ പോലുള്ള വാഹനങ്ങളുടെ കാര്യമാട്ടോ പറഞ്ഞത്. കാറുകളോ മറ്റോ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പം നമ്മൾ പോകുന്ന വഴി കണ്ട ചെറിയൊരു അരുവി, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട്. നാരങ്ങ വെള്ളവും ചായയും അതുപോലെ ഐസ്ക്രീമും ചെറുകടികളൊക്കെ കിട്ടുന്ന കടകളുണ്ട്. ഞങ്ങൾ വന്നതൊരു ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് പല കടകളും അല്ല, എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്തിരുന്നു. അതുകൊണ്ട് അത് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആ കാണുന്നതാണ് അഞ്ചുരുളി തുരുത്ത്. അതും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒട്ടേറെ സിനിമാ ഗാനങ്ങൾ ഷൂട്ടിങ് സ്ഥിരം നടക്കുന്ന ലൊക്കേഷനാണത്. അഞ്ചുരുളി തുരുത്തിലെ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കുറച്ച് ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്നത് കാണാം. ഈ പിടിക്കുന്ന മീനുകളെ നമുക്ക് വാങ്ങാനും സാധിക്കും. അപ്പോൾ നമുക്ക് ആ തുരങ്കത്തിൻ്റെ അടുത്തേക്കൊന്ന് പോകാൻ നോക്കാം. പക്ഷെ വെള്ളം നല്ല ശക്തിയായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാൻ സാധ്യത കുറവാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. സാധാരണ അങ്ങോട്ട് പോരുന്ന ഇത്രയും വെള്ളം ശക്തിയായിട്ട് ഒഴുകുമ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ബെറ്റർ. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് വരെ ഒന്ന് പോയി നോക്കാം അല്ല. അവിടെ ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവിടെ സൈൻ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ അപ്പുറത്തൂടെയാണ് ഇറങ്ങി പോകുന്നത്. ഇതിലിങ്ങനെ വേറൊരു വഴിയുണ്ട് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ. വേറെ നമ്മൾ വന്ന് അപ്പുറേ ഉള്ള വഴി കൂടെ ഇറങ്ങി ഇതിലെയാണ് നമ്മൾ കയറി വന്നത്. പക്ഷേ നമുക്ക് ഇതിലേ ഇറങ്ങി വരാമായിരുന്നു. ഗേറ്റ് അടച്ചേക്കുവാണ്, അങ്ങോട്ട് പ്രവേശനം ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ. കാരണം വെള്ളത്തിൻ്റെ ആ ഒരു പവറുണ്ട്. അതുകൊണ്ട് അതായത് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അറിയിപ്പ്: അഞ്ചുരുളി ജലാശയത്തിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ജലാശയത്തിൽ ഇറങ്ങുന്നതും ടണൽ മുഖത്തേക്ക് പ്രവേശിക്കുന്നതും എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. അതായത് ഗേറ്റ് അടച്ചിരിക്കുകയാണ്.
പിന്നെ KSEBയുടെ ഒക്കെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലുമാണ് ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അതായത് ഇതാണ് സംഭവം. ഇതിൻ്റെ അപ്പുറമാണ് ടണൽ വരുന്നത്, നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല വെക്കാൻ. ഇതാണ് നമ്മുടെ അഞ്ചുരുളി ടണൽ. 1974 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1980 ജനുവരി 30 ഇതിൻ്റെ ഉദ്ഘാടനം. അഞ്ചുരുളി മുതൽ ഇരട്ടയാർ വരെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ചതാണ് ഈ തുരങ്കം. അഞ്ചുരുളിയിലും ഇരട്ടയാറിലും ഒരേപോലെ നിർമ്മാണം ആരംഭിച്ച് കൂട്ടിയോജിപ്പിച്ചതാണ് ഈ ടണൽ. നിർമ്മാണ സമയത്ത് 22 പേർ അപകടത്തിൽ മരിക്കുകയും ചെയ്തതാണ് ഇവിടെ. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 2000 അടിക്ക് മുകളിൽ ഉയരമുണ്ട് ഈ മലയ്ക്ക്. ഇരട്ടയാർ ഡാമിൽ നിന്നാണ് തുരങ്കം വഴി അഞ്ചുരുളിയിലെ ഇടുക്കി ജലാശയത്തിൽ വെള്ളം എത്തിക്കുന്നത്. ഡാമിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ ടണൽ മുഖത്ത് വരെ വെള്ളം കയറും. ഈ സമയത്ത് ഇവിടെ 1000 അടിക്ക് മുകളിൽ വെള്ളമുണ്ടായിരിക്കും. നല്ല ഒഴുക്കുള്ള സമയങ്ങളിൽ ടണൽ മുഖത്തേക്ക് ഇറങ്ങുന്നത് ഒട്ടും അനുയോജ്യമല്ല. അപ്പോൾ എല്ലാവരും അഞ്ചുരുളി കണ്ട് ആസ്വദിച്ചെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണാം. അതുവരേക്കും ബൈ. ശരിയായില്ല, നമ്മൾ കട്ടി പോയി. അടുത്തൊരു വീഡിയോ വരേക്കും ഒന്ന് കട്ട് ചെയ്തടാ. ഒറ്റ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് ശരിയായില്ല. അപ്പം നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ അതും ശരിയായില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.